ഖുർആൻ പറഞ്ഞ കഥകൾ 148 ഭാഗം. രാജ്ഞിയുടെ സിംഹാസനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യമനിലെ സബയിലെ ബിൽഖീസ് രാജ്ഞിക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കത്ത് ലഭിക്കുന്നു. കത്ത് കിട്ടിയതിനു ശേഷം തന്റെ പ്രമാണികളുമായും മന്ത്രിമാരുമായും പ്രധാനികളുമായും അവർ ചർച്ച നടത്തുന്നു. അവർ ഏകാധിപതിയായ ഒരു ഭരണാധികാരിയായിരുന്നില്ല എന്നതിൽ നിന്ന് വ്യക്തം. എന്ന് മാത്രമല്ല, അവർ തന്റെ നേതാക്കന്മാരോട്, പ്രധാനികളോട് പറയുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യവും ഞാൻ നിങ്ങളോട് കൂടിയാലോചിക്കാതെ എടുക്കാറില്ലല്ലോ എന്ന്. അപ്പോൾ നല്ല രൂപത്തിൽ കൂടിയാലോചനയിലൂടെ ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ബിൽഖീസ് രാജ്ഞി എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ച നടന്നുകൊണ്ടിരിക്കെ തന്റെ മന്ത്രിമാരും പ്രധാനികളും പറഞ്ഞത്, വേണമെങ്കിൽ ഞങ്ങളൊരു യുദ്ധത്തിന് തയ്യാറാണ്, അതിനുള്ള ശക്തിയും കരുത്തും ഞങ്ങൾക്കുണ്ട്, നമ്മുടെ സൈന്യം റെഡിയാണ്, നിങ്ങൾ കൽപ്പിച്ചാൽ മതി. വൽ അംറു ഇലൈക്കി ഫൻദുരി മാദാ തഅ്മുരീൻ. കാര്യം നിങ്ങൾ പറയേണ്ട താമസം, ഞങ്ങൾ അത് അക്ഷരം പ്രതി ശിരസാ വഹിക്കും. അതുകൊണ്ട് യുദ്ധം വേണമെങ്കിൽ യുദ്ധം, ആക്രമണം വേണമെങ്കിൽ ആക്രമണം, ഞങ്ങൾ റെഡിയാണ് എന്നാണ് അവരുടെ മന്ത്രിസഭാംഗങ്ങൾ, നേതാക്കന്മാർ, പ്രധാനികൾ പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ഏതൊരു ഏകാധിപതിയും വഴിതെറ്റിപ്പോകും. പക്ഷേ തികഞ്ഞ വിവേകശാലിനിയായ, വളരെ തന്ത്രപൂർവം നാട് ഭരിച്ചിരുന്ന ആ മഹദി ബിൽഖീസ് രാജ്ഞി പറഞ്ഞത്, വേണ്ട, യുദ്ധം വേണ്ട, നമുക്ക് സമാധാനമാണ് വേണ്ടത്. യുദ്ധത്തിന് നാം പോവുകയാണെങ്കിൽ അതിന്റെ ഫലം നമ്മുടെ നാട് നശിക്കുക എന്നതായിരിക്കും. ഖാലത്ത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ. ആ രാജ്ഞി പറഞ്ഞത്, രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ ആ നാട് അവർ നശിപ്പിക്കും, കുട്ടിച്ചോറാക്കും. അവിടത്തെ അന്തസ്സുള്ളവരെ അവർ അപമാനിതരാക്കും. വകദാലിക യഫ്അലൂൻ. അങ്ങനെയാണ് സാധാരണ രാജാക്കന്മാർ ചെയ്യാറുള്ളത്. ചില തഫ്സീറുകളിലൊക്കെ കാണുന്നത് വകദാലിക യഫ്അലൂൻ, അങ്ങനെയാണ് രാജാക്കന്മാർ ചെയ്യാറുള്ളത് എന്നത് ബിൽഖീസ് രാജ്ഞി പറഞ്ഞതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അഥവാ ഇത്തരത്തിലാണ് സാധാരണ രാജാക്കന്മാർ പ്രവർത്തിക്കാറുള്ളത്. ഏകാധിപതികളും ധിക്കാരികളുമായ രാജാക്കന്മാരുടെ രീതിയും ശൈലിയും അതാണ് എന്ന് ഇതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രഖ്യാപിക്കുകയാണ് എന്നാണ് അവരുടെ വീക്ഷണം. എന്തായിരുന്നാലും ഇവർ പറയുന്നത്, നമുക്ക് യുദ്ധത്തിന് പോവേണ്ടതില്ല, യുദ്ധത്തിന് പോവുക എന്നതിനർത്ഥം നമ്മുടെ നാട് നശിപ്പിക്കുക എന്നതായിരിക്കും. പകരം നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. അങ്ങനെ അവർ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. സമ്മാനം കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, അതിനോടുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രതികരണം എന്താണ് എന്ന് അറിയാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. വഇന്നീ മുർസിലത്തുൻ ഇലൈഹിം ബിഹദിയ്യത്തിൻ ഫനാളിറത്തുൻ ബിമ യർജിഉൽ മുർസലൂൻ. ഞാൻ അവർക്ക് ഒരു പാരിതോഷികം, സമ്മാനം കൊടുത്തയക്കട്ടെ, എന്നിട്ട് നമ്മുടെ ദൂതന്മാർ അതിനുള്ള എന്ത് പ്രതികരണവുമായിട്ടാണ് മടങ്ങി വരുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അപ്പോൾ കുറച്ച് സമ്മാനം കൊടുത്തയച്ചു നോക്കാം. അതോടുകൂടി ഈ സുലൈമാൻ നബി അലൈഹിസ്സലാം പണക്കൊതിയനാണോ, ഭൗതിക തൽപരനാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് ഇവിടെ ബിൽഖീസ് രാജ്ഞി സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും.
തന്റെ മന്ത്രിമാരും പ്രധാനികളുമൊക്കെ നമ്മൾ കരുത്തുള്ളവരാണ്, ശക്തിയുള്ളവരാണ്, സൈനിക ശക്തിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെ തിരുത്താനൊന്നും ബിൽഖീസ് രാജ്ഞി പോയില്ല. നമ്മുടെ ശക്തിയില്ല എന്നൊന്നും അവർ പറഞ്ഞില്ല. അതിനെ തള്ളിക്കളയാതെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കത്തിനെ അവർ പ്രാധാന്യപൂർവ്വം പരിഗണിച്ചു. അതിന് ധിക്കാര രൂപത്തിലോ നിഷേധ രൂപത്തിലോ മറുപടി നൽകാതെ വളരെ സൗഹൃദപരമായ അനുനയ സ്വഭാവത്തിലുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതിനൊരു പോസിറ്റീവായ റിപ്ലൈ സമ്മാനങ്ങളുമായി അവർ ഈ കത്തിന് മറുപടി കൊടുത്തയച്ചു. ധാരാളം സമ്പത്ത്, ധാരാളം സമ്മാനങ്ങളുമായിട്ടാണ് അവരുടെ ദൂതൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വരുന്നത്. സൂറത്തു നംലിൽ കഥ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 36-ാമത്തെ ആയത്ത്, ഫലമ്മാ ജാഅ സുലൈമാന ഖാല അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതാനിയല്ലാഹു ഖൈറും മിമ്മാ ആതാകും ബൽ അൻതും ബിഹദിയതികും തഫ്റഹൂൻ. അങ്ങനെ ഈ ദൂതൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്നെ സമ്പത്ത് തന്ന് സഹായിച്ചു കളയാമെന്നാണോ വിചാരിക്കുന്നത്? കാശുകൊണ്ട് എന്നെ കൈക്കലാക്കാം എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? എനിക്കാവശ്യം നിങ്ങളുടെ ധനമല്ല. അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതാനിയല്ലാഹു ഖൈറും മിമ്മാ ആതാകും. അല്ലാഹു എനിക്ക് തന്ന സമ്പത്ത് നിങ്ങൾക്ക് അവൻ തന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. അതുകൊണ്ട് സമ്പത്ത് തന്ന് കാശ് തന്ന് എന്നെ പാട്ടിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയുള്ള നിങ്ങളുടെ ധാരണ തെറ്റാണ്. ബൽ അൻതും ബിഹദിയതികും തഫ്റഹൂൻ. നിങ്ങൾ കൊണ്ടുവന്ന ഈ പാരിതോഷികത്തിൽ നിങ്ങൾ ഊറ്റം കൊള്ളുന്നു. ഇത് നിങ്ങൾക്ക് വലുതായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊണ്ടുവന്ന ഈ സ്വർണം, നിങ്ങൾ കൊണ്ടുവന്ന ഈ വെള്ളി, നിങ്ങൾ കൊണ്ടുവന്ന ഈ സമ്മാനങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വലുതായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി സമ്പത്ത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമ്പത്ത് കാണുമ്പോൾ കണ്ണഞ്ചിച്ചു പോകുന്ന, മയങ്ങിപ്പോകുന്ന ആളല്ല ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് എനിക്ക് ആവശ്യമുണ്ട് എന്നല്ല, നിങ്ങളുടെ സത്യവിശ്വാസമാണ്. ചുരുങ്ങിയ പക്ഷം എന്റെ ഈ വ്യവസ്ഥിതിയോട് വിധേയത്വം കാണിക്കുന്ന, കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളാവണം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതികരണം ഇത്തരത്തിലുള്ള സമ്പത്ത് കൊണ്ട്, കൈക്കൂലി കൊണ്ട് ആവണം എന്നെങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു? ഈ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല. സമ്പത്ത് എനിക്ക് ആവോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് സമ്പത്തിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ആവശ്യവുമില്ല, ആർത്തിയുമില്ല എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ദൂതനോട് തീർത്തു പറയുന്നു. അതോടുകൂടി അവസാനിക്കുന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം പിന്നെയും ദൂതനോട് പറയുന്നത്, ഇർജിഅ ഇലൈഹിം ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ വലനുഖ്രിജന്നഹും മിൻഹാ അദില്ലതൻ വഹും സാഗിറൂൻ. നീ ഈ സമ്മാനങ്ങളുമൊക്കെ എടുത്ത് അവരിലേക്ക് തന്നെ തിരിച്ചു പോവുക. എന്നിട്ട് അവരോട് പറയുക, നാം പട്ടാളത്തെയും കൂട്ടി, വലിയ സൈന്യത്തെയും കൂട്ടി അവരുടെ അടുത്തെത്തുക തന്നെ ചെയ്യും. തീർച്ച അതിനെ നേരിടാനൊന്നും അവർക്ക് സാധിക്കില്ല. അവരെ നാം അന്നാട്ടിൽ നിന്ന് നിന്ദ്യരാക്കി, അപമാനിതരാക്കി പുറത്താക്കും. അഥവാ എന്റെ ആദ്യത്തെ കത്ത്, അതിന് ഇപ്പോഴും വാലിഡിറ്റിയുണ്ട്. ദൂതനോട് അദ്ദേഹം പറയുന്നു, ഈ പാരിതോഷികങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. ഇത് ആരാണോ തന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. മുസ്ലിമായിട്ട് കീഴൊതുങ്ങി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, ഈ ആധിപത്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഹാജരാവണം എന്ന സന്ദേശം അവർക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നാം സൈന്യസമേതം അങ്ങോട്ട് വരുന്നതായിരിക്കും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ദൂതനോട് പറയുന്നു. പിന്നീടുള്ള കഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നില്ല. ഈ രാജദൂതൻ ഈ പാരിതോഷികങ്ങളുമായി, സമ്മാനങ്ങളുമായി തിരിച്ച്
സബയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇവിടെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ രാജ്ഞിയെ ധരിപ്പിക്കുന്നു, രാജ്ഞിയോട് പറയുന്നു. ഈ സംഭവ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാണാൻ തീരുമാനിക്കുന്നു, അദ്ദേഹത്തെ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു. ഒറ്റക്ക് പോകുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജ്ഞി തന്റെ പരിവാരങ്ങളെയും പരിചാരകന്മാരെയും മന്ത്രിമാരെയും ഒക്കെ കൂട്ടി രാജകീയമായ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി സബയിൽ നിന്ന് അഥവാ യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കത്തിനുള്ള ഒരു മറുപടി എന്ന നിലക്ക് അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തിന്റെ സന്ദേശം നേരിൽ കാണാനും കേൾക്കാനും ബിൽഖീസ് രാജ്ഞി ഫിലസ്തീനിലേക്ക് പുറപ്പെടുകയാണ്. ഇങ്ങനെ സന്ദർശനത്തിന് വരുന്നുണ്ട് എന്ന സന്ദേശം ഒരുപക്ഷെ അവർ തന്നെ നേരിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അറിയിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവരം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അറിയിച്ചിട്ടുണ്ടാകാം. എന്തായിരുന്നാലും ഇങ്ങനെ ബിൽഖീസ് രാജ്ഞി വലിയ ഒരു പരിവാരങ്ങളുമായി തന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരെത്തുന്നതിന് മുമ്പുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളാണ് പിന്നീട് ഖുർആൻ സൂറത്തുൻ നംലിൽ ഉദ്ധരിക്കുന്നത്. 38-ാമത്തെ ആയത്തിൽ പറയുന്നു, ഖാല യാ അയ്യുഹൽ മല അയ്യുക്കും യഅ്തിയനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലയോ നേതാക്കന്മാരെ, നിങ്ങളിൽ ആരാണ് ഈ രാജ്ഞിയുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരിക? അവർ ഇവിടെ വിധേയത്വത്തോടുകൂടി ഈ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നതിന് മുമ്പേ ആരാണ് അവരുടെ ആ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരിക? അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അവരെല്ലാവരും ഇവിടെ വിധേയപ്പെട്ട് കീഴൊതുങ്ങി ഈ കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പ് ആർക്കാണ് അവരുടെ ആ മഹത്തായ സിംഹാസനം? ഈ സിംഹാസനത്തെക്കുറിച്ച് ഹുദ്ഹുദ് പക്ഷി മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ മഹത്തായ ഗംഭീരമായ ഒരു സിംഹാസനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സവിശേഷമായ സിംഹാസനം ആർക്കാണ് അവരിവിടെ എത്തുന്നതിന് മുമ്പേ എന്റെ കൊട്ടാരത്തിൽ ഈ എത്തിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നതായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം. ചില തഫ്സീറുകളിലൊക്കെ കാണുന്നത് ഒരിക്കലും സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ചേർത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അഥവാ ആ ഗംഭീരമായ സിംഹാസനം, ആ മനോഹരമായ സിംഹാസനം കൈക്കലാക്കിയാൽ തിരക്കേടില്ല എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചിരുന്നു. അവരിവിടെ വന്ന് മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് ആ സിംഹാസനം കൈക്കലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവരിവിടെ എത്തുന്നതിന് മുമ്പ് ആർക്കാണ് ആ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരാൻ പറ്റുക എന്ന ആ സിംഹാസനത്തോടുള്ള താല്പര്യവും മോഹവുമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ പറയാൻ കാരണം എന്നാണ് ചില വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അസ്തഗ്ഫിറുല്ലാഹ്, നഊദു ബില്ലാഹ്. അങ്ങനെ നമുക്കൊരിക്കലും ഒരു പ്രവാചകനെ കുറിച്ച് പറയാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. യഥാർത്ഥത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരിവിടെ വരുന്നതിന് മുമ്പേ അവരുടെ ഈ മനോഹരമായ സിംഹാസനം ഇവിടെ എത്തിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ് താന് എന്നും പ്രവാചകന്മാർക്ക് അസാധാരണമായ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്നും അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ പറയുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചോദ്യത്തിന് മറുപടിയായി ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ജിന്നുകളിലെ ഒരു മഹാശക്തിയുള്ള ഒരു മഹാമല്ലൻ പറഞ്ഞു, ഇഫ്രീത്ത് പറഞ്ഞു, ഞാനത് കൊണ്ടുവന്നു തരാം. അങ്ങ് ഈ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പ് തന്നെ അത് കൊണ്ടുവന്നു തരാം. സംശയമേതും വേണ്ടതില്ല, എനിക്കതിന് കഴിയും, ഞാനതിന് ശക്തനാണ്.
ഞാൻ അങ്ങേയറ്റം വിശ്വസ്തനുമാണ്. അതുകൊണ്ട് ഈ അസൈൻമെന്റ് എന്നെ ഏൽപ്പിച്ചാലും, ഈ ഉത്തരവാദിത്വം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാലും, ഈ സഭ പിരിയുന്നതിന് മുമ്പ്, അങ്ങ് ഈ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് ഈ യമനിലെ സഭയിൽ നിന്ന് ഇവിടെ എത്തിക്കാം. ഇതാണ് ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഏറ്റവും ശക്തിയും സാമർത്ഥ്യവുമുള്ള ഒരു മല്ലൻ, ഒരു ഭൂതം പറഞ്ഞത് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദവിജ്ഞാനമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത്, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, അങ്ങ് കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ഞാനത് ഇവിടെ എത്തിക്കാം എന്നായിരുന്നു. ആരാണ് ഈ അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദജ്ഞാനം ലഭിച്ച ആൾ എന്നിവിടെ ഖുർആൻ പറഞ്ഞത് ആരാണ്? ഖുർആൻ ആരാണ് അത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. തൊട്ടു മുമ്പ് പറഞ്ഞയാൾ ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ണു ചുമ്മി തുറക്കുന്നതിന് മുമ്പ് അത് ഞാൻ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ ആളുടെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഇത്ര മാത്രമാണ്, അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ച ഒരാൾ, വിജ്ഞാനിയായിരുന്നു. ഇവിടെ ചില തഫ്സീറുകളിലൊക്കെ കാണുന്നത് ഇഫ്രീത്തിനുണ്ടായിരുന്നത് ശക്തിയാണ്, ഇവിടെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് വിജ്ഞാനമാണ്. അദ്ദേഹം പറയുന്നു, ശക്തി കൊണ്ട് ഞാൻ ഇത് താങ്കളുടെ സഭ പിരിയുന്നതിന് മുമ്പേ ആ സിംഹാസനം ഇവിടെ എത്തിക്കാം. പക്ഷെ വിജ്ഞാനം കൊണ്ട് ഇദ്ദേഹം പറയുന്നു, ജ്ഞാനം കൊണ്ട് അത് ഞാൻ കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പേ ഇവിടെ എത്തിക്കാം. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകമായ കഴിവായിരുന്നു എന്ന് പിന്നീട് വരുന്ന ഈ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്കതിന്റെ കൂടുതൽ ഭാഗങ്ങൾ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.